ടെർബോ ജോസ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എങ്ങനെ ആക്കിയോ അതുപോലെയാണ് ഈ ഒരു ടെർബോ. ഒരു ടിപ്പിക്കൽ നമ്മൾ കണ്ടു പരിചയിച്ച ഒരു സ്റ്റോറി എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ കണ്ട് കണ്ട് മടുത്ത ഒരു സ്റ്റോറി ലെവൽ, അതായത് നമ്മൾ ഒരുപാട് പ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് പോകുന്ന ഒരു സ്റ്റോറി ലെവൽ തന്നെ, അതായത് പണ്ടത്തെയൊക്കെ സ്ഥിരം ക്ലീഷ ആയിട്ടുമുള്ള ഒരു സ്റ്റോറി ലെവൽ തന്നെയാണ് ഈ ഒരു ടെർബോയ്ക്ക്. എന്നാൽ ആ ഒരു സ്റ്റോറിയെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാൽ ഈ വീര്യം കൂടിയ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയാൽ കുപ്പി പൊട്ടും. എന്നാൽ ടെർബോയുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറി ലെവലിലാണ് കുറച്ചുകൂടെ നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. ബാക്കിയെല്ലാം പക്ക ഹൈ ലെവൽ എനർജറ്റിക് പടം തന്നെയാണ്, ഒരു പക്ക മാസ് മൂവി തന്നെയാണ് ടെർബോ എന്നുള്ളത്. പക്ഷെ എന്നാൽ പടം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഒരു മാസ് മാത്രമല്ല, ഇടയ്ക്ക് ഫൺ എന്റർടൈൻമെന്റിലൂടെ കൂടി ചേർന്ന് ഒരു മാസ് ആക്കിയ ഒരു മൂവി തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ ഫണ്ണ് അധികം നേരത്തേക്കൊന്നും ഇല്ല. ചെറിയ ചെറിയ സീൻസുകളിൽ ഈ ഒരു ഫണ്ണ് മമ്മൂട്ടിയുടെ വക ആ ഒരു കുറച്ച് ഫണ്ണ് കയറി വരുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് ടോട്ടലി ഫണ്ണൊന്നുമല്ല, ശരിക്കും ഒരു മാസ് മൂവി തന്നെയാണ്. പക്ഷെ എന്നാൽ ഈ ഒരു മാസ് മൂവി കുറച്ചുകൂടെ സീരിയസ് മൂഡിലേക്ക് എടുത്തുകൊണ്ട് പോയിരുന്നത് കുറച്ചുകൂടെ മേച്ചതായിരുന്നു. എന്തിനാണ് ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് ഫണ്ണ് കയറ്റിയതെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടെ വ്യൂവേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിരിക്കാം ഈ ഒരു ഫണ്ണൊക്കെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ടെർബോ എന്ന മൂവി ചാർജ് ആകുന്നത് ഫൈറ്റ് സീൻസ് കൊണ്ട് മാത്രമാണ്. അതായത് തിരക്കഥ, അതായത് കഥയുടെ സ്റ്റോറി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പ് തന്നെയാണ്. അത്യാവശ്യം ഒരു നല്ല രീതിയിൽ പോകുന്ന ഒരു സ്റ്റോറി ആയിട്ട് തോന്നിയില്ല. കാര്യം സ്റ്റോറിയെ പറ്റി നമ്മൾ നോക്കിയേ വേണ്ട, ടെർബോ എന്നാൽ ഫൈറ്റ് തന്നെ. അതായത് ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു ഫൈറ്റ് സീൻസ് മാത്രമാണ് നമുക്ക് ആ ഒരു പടത്തിനെ ടോട്ടലി പിടിച്ചു നിർത്തുന്നത്. ടെർബോയുടെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട് മടുത്ത ഫൈറ്റ് അല്ല, കുറച്ചുകൂടെ നല്ല വെറൈറ്റി രീതിയിലുള്ള ഫൈറ്റ് സീൻസിലാണ്. കാര്യം മമ്മൂക്കയെ കുറിച്ച് പറയാനേ പറ്റത്തില്ല. ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം എടുക്കുന്ന ആ ഒരു എഫേർട്ടും അതുപോലെ തന്നെ ആ ഒരു പടത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ ഒക്കെ വേറെ ലെവൽ തന്നെയാണ്. കാര്യം ഫൈറ്റ് സീൻസിലാണ് മെയിൻ കാര്യം. കാര്യം ഈ പടം ടോട്ടലി ഫൈറ്റിലാണ് മുന്നോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മമ്മൂക്ക ആ എടുത്തിരിക്കുന്ന എനർജി ലെവൽ പക്ക തന്നെയാണ്. അതുപോലെ തന്നെ ഫൈറ്റ് സീൻസിന് വരുന്ന ക്യാമറ വിഷ്വൽസ് ഒരു രക്ഷയും ഇല്ലാത്ത ക്യാമറ വിഷ്വൽസ് ആണ്. ശരിക്കും ഈ ഒരു ഫൈറ്റ് സീൻസിനെ മികച്ചതാക്കുന്നതും ഈ ഒരു ക്യാമറ വിഷ്വൽ തന്നെയാണ്. പല ആംഗിളിൽ നിന്നുള്ള ആ ഒരു ഷോട്ടുകളൊക്കെ വളരെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറി ലെവലിൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാൽ ഫൈറ്റ് സീൻസിലാണ് ഈ പടം ടോട്ടലി നമുക്ക് ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് ഇരിപ്പിക്കുന്നതും ഈ ഒരു ഫൈറ്റ് സീൻസുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഉള്ള ഒരു കാർ ചേസ് സീനും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്. ഒരു ടോട്ടലി ആ ഒരു ഫൈറ്റ് സീൻസിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഉള്ള ഒരു ഫൈറ്റ് സീൻസ് ആണ്. അതിൻ്റെ അകത്ത് വളരെ നല്ല അടിപൊളി പവറായിട്ട്, അതായത് ടർബോ ചാർജ് ആകുന്നത് ആ ഒരു ലാസ്റ്റ് ടൈമിലുള്ള ആ ഒരു ഫൈറ്റിലാണ്. എന്നാൽ ഇതിനിടയ്ക്ക് വരുന്ന ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ടോട്ടലി നമുക്ക് അറിയാം അത് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാം. കാര്യം ആ ഒരു രീതിയിലാണ് ഇവരുടെ സ്റ്റോറി ടോട്ടലി പോകുന്നത്. എന്നാൽ അതിനിടയ്ക്ക് വരുന്ന കുറച്ച് ട്വിസ്റ്റുകളുണ്ട്, അതും അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷെ സ്റ്റോറി ലെവലിലേക്ക് വരുമ്പോഴേക്കും അത്ര കാര്യമായ ഒരു ഡെപ്ത് നമ്മളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നു. ടോട്ടലി ഒരു വൺ ടൈം തിയേറ്റർ വാച്ചബിൾ മൂവി തന്നെയാണ്. അതായത് ഫൈറ്റ് സീൻസ് അത് മാത്രം മതി ഒരു തിയേറ്റർ വാച്ചബിൾ ആകാനായിട്ട്. ഈ ഒരു പടം നല്ല ഇടിപ്പഞ്ച് പടം തന്നെയാണ്, മമ്മൂക്കയുടെ വക ഒരു കിടില മാസ് പടം തന്നെ. പക്ഷെ എന്നാൽ സ്റ്റോറിയുടെ ഒരു നെഗറ്റീവ് ഈ ഒരു പടത്തെ ബാധിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇതൊന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു മമ്മൂക്കയുടെ കിടില ഫൈറ്റ് സീൻസ് മാത്രമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പടം നല്ല കിടിലം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പടം അവസാനിപ്പിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ട് ഇനിയും വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ എന്നാൽ ടോട്ടലി നമുക്ക് അത്ര ഒരു രീതിയിൽ ഒരു മാസ് പടത്തിൻ്റെതായുള്ള ഒരു ഡെപ്തോ അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോ നമുക്ക് ഈ ഒരു പടം ടോട്ടലി തരുന്നില്ല എന്ന് എനിക്ക് തോന്നി. എന്നാൽ മമ്മൂക്കയുടെ ഫൈറ്റ് സീൻസുകൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് പടത്തിനുള്ള ആ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ആ ഒരു ഡെപ്തോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു പടം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഫൈറ്റ് സീൻസിലുള്ള BGM കാര്യങ്ങളൊന്നും അത്ര ഒരു കാര്യമായ ഒരു ഇമ്പാക്റ്റ് ആ ഒരു ഫൈറ്റ് സീൻസിലേക്ക് എത്തിക്കുന്നില്ല. ലാസ്റ്റ് ഉള്ള ഒരു ഫൈറ്റിലുള്ള ആ ഒരു BGM മാത്രമാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്കയുടെ ടെർബോ ജോസിന്റെ നല്ല കിഡിലെ ഫൈറ്റ് സീൻസ് കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരെ തന്നെ തിയേറ്ററിലേക്ക് വിട്ടോ ടെർബോ കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ടെർബോ കണ്ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും തിയേറ്ററിൽ തന്നെ കണ്ടതിന് ശേഷം അതിന്റെ അഭിപ്രായം നിങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.